ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇന്റഗ്രേഷൻ ഡേ 1 ഓണം എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് ആൻസർ ചെയ്യുന്നത്. ആദ്യത്തെ പ്രവർത്തനം നിറം നൽകാനാണ്. ഒരു ചിത്രം തന്നിട്ട് നിറം നൽകാനാണ് പറയുക. അപ്പൊ നോക്കൂ, പ്രവർത്തനം 1 ചിത്രത്തിന് നിറം നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന് നിറം നൽകി ഭംഗിയാക്കൂ എന്നുള്ളതാണ്. അവിടെ കുരുവി പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യുക, ചെടിക്കും അതുപോലെ തന്നെ പൂവിനും നിറം നൽകുക, കുരുവിക്കും നിറം നൽകുക കേട്ടോ. ഇതുപോലെ നിറം നൽകി ഭംഗിയാക്കുക. പ്രവർത്തനം 2 സഞ്ചാര രീതിക്കനുസരിച്ച് മൃഗങ്ങളെ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ ചുവടെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെയാണ് മൃഗങ്ങള്. പശു ഉണ്ട്, പുഴു, ആട്, കാക്ക, പൂമ്പാറ്റ, ഉറുമ്പ്, പാമ്പ്, കോഴി, ചെമ്മീൻ, ഇതൊക്കെയാണ് അല്ലെ. നമുക്ക് പട്ടിക തന്നിട്ടുണ്ട്. പറക്കുന്നവ അല്ലെ, ഇഴയുന്നവ, നീന്തുന്നവ എന്ന് തന്നിട്ടുണ്ട്. മറ്റേ കോളത്തിൽ നമുക്ക് തന്നിട്ടില്ല അല്ലെ. അപ്പൊ എന്താ എഴുതാ, നമുക്ക് നടക്കുന്നവ എന്ന് എഴുതാം അല്ലെ. അതായത് പശു, ആടൊക്കെ നടക്കുന്നവയാണ്. അപ്പൊ അങ്ങനെ എഴുതാം. ഇനി നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ പശുവാണ്. പശു എവിടെയാ, നടക്കുന്നവയിൽ എഴുതുക. അടുത്തത് പുഴുവാണ്. അപ്പൊ എവിടെയാ, ഇഴയുന്നവയിൽ എഴുതുക. അടുത്തത് ആടാണ്. ആട് നടക്കുന്നവയാണ്. പിന്നെ കാക്ക, കാക്ക എങ്ങനെയാ, പറക്കുന്നവയാണ്. അടുത്തത് പൂമ്പാറ്റയാണ്, അതും പറക്കുന്നവയാണ്. പിന്നെ ഉറുമ്പാണ്. ഉറുമ്പ് എന്താ, നടക്കുന്നവയാണ്. അടുത്തത് പാമ്പ്, ഇഴയുന്നവയാണ്. അടുത്തത് കോഴി, അത് നമുക്ക് നടക്കുന്നവയിൽ എഴുതാം. പിന്നെ ചെമ്മീനാണ്. ചെമ്മീൻ എന്താ, നീന്തുന്നവയാണ് അല്ലെ. ഇങ്ങനെ പട്ടികപ്പെടുത്തുക കേട്ടോ. പ്രവർത്തനം 3 സംഭാഷണം എഴുതുക എന്നുള്ളതാണ്. പൂവും തേൻകുരുവിയും തമ്മിലുള്ള സംഭാഷണം എഴുതൂ എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പൂവ് എന്താ ചോദിക്കുന്നത്, നീ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കുരുവി എന്താ പറയാ, അവിടെ നമ്മൾ എഴുതണം കേട്ടോ, ഞാൻ കുരുവി. അപ്പൊ എന്താ പൂവ് ചോദിക്കുന്നത്, എന്തിനാ എന്റെ അടുത്ത് വന്നേ എന്ന് ചോദിക്കുകയാണ് അല്ലെ. കുരുവി എന്താ പറയാ, തേൻ കുടിക്കാൻ എന്നല്ലേ പറയാ. കുരുവി എന്തിനാ പൂവിന്റെ അടുത്ത് പോകുന്നത്, തേൻ കുടിക്കാനാണ് അല്ലെ. തേൻ കുടിക്കാൻ എന്ന് എഴുതുക. എന്നിട്ട് എന്താ കുരുവി ചോദിക്കുന്നത്, എനിക്ക് തരുമോ തേൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് പൂവ് പറഞ്ഞിട്ടുണ്ടാവുക, അത് നമ്മള് പൂരിപ്പിക്കണം അല്ലെ. എന്തായിരിക്കും, തരാം എന്നായിരിക്കും അല്ലെ. നിങ്ങൾക്ക് ഒരു സംഭാഷണം എഴുതാൻ തന്നെ വരുള്ളൂ. ഇവിടെ ഒരു സംഭാഷണം കൂടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, പശുവിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എന്റെ പശു എന്താ പറയുന്നത് നോക്കൂ, ഞാൻ പശു, ഞാൻ പാൽ നൽകും എന്നാണ് പറയുന്നത് അല്ലെ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ആരുടെ ചിത്ര, നായയുടെ ചിത്രമാണ് അല്ലെ. നായ എന്താ പറയാ, ഞാൻ നായ. ബാക്കി നമുക്ക് തന്നിട്ടുണ്ട്, ഞാൻ കാവൽ നിൽക്കും എന്നാണ് അല്ലെ. അടുത്തത് കോഴിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്തെഴുതണം, ഞാൻ കോഴി, ഞാൻ മുട്ടയും ഇറച്ചിയും നൽകും എന്ന് എഴുതാം കേട്ടോ. അടുത്തത് പ്രവർത്തനം 4 വായിക്കാം എഴുതാം എന്നുള്ളതാണ്. നമുക്കിവിടെ വായിച്ചതിന് ശേഷം ചുവടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, മുറ്റം നിറയെ മഴവെള്ളം, കുട്ടികൾ ചാടി കളിക്കുന്നു. അടുത്തത് മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, കുളം നിറയെ മഴവെള്ളം, മീനുകൾ നീന്തി കളിക്കുന്നു. മഴ 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 വന്നു, ചറപറ ചറപറ മഴ പെയ്തു, വഴികൾ നിറയെ മഴവെള്ളം, ആളുകൾ കുടചൂടി പോകുന്നു. അപ്പൊ ഇതാണ് കേട്ടോ. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. എവിടെയെല്ലാമാണ് മഴവെള്ളം നിറഞ്ഞത്, എവിടെയെല്ലാമാണ്, മുറ്റത്ത്, കുളത്തിൽ, വഴിയിൽ അല്ലെ. അടുത്തത് എന്താണ്, ആരാണ് കുടചൂടി പോകുന്നത്, ആരാണ് കുടചൂടി പോകുന്നത്, ആളുകൾ അല്ലെ. മഴ എങ്ങനെയാണ് പെയ്തത്, ചറപറ ചറപറയാണ് അല്ലെ. ചറപറ ചറപറ മഴ പെയ്തു. കുട്ടികൾ എന്താണ് ചെയ്തത്, ചാടിക്കളിച്ചു അല്ലെ. മീനുകൾ എവിടെയാണ് നീന്തിക്കളിച്ചത്, എവിടെയാ, കുളത്തിലാണ് അല്ലെ. കുളത്തിൽ എന്ന് എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് പ്രവർത്തനം 5 താഴെ കൊടുത്തിരിക്കുന്ന പൂക്കളിൽ ചുവന്ന പൂക്കൾക്ക് വട്ടം വരയ്ക്കൂ, വെള്ളപ്പൂക്കൾക്ക് ടിക്ക് അടയാളം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഏതൊക്കെയാ പൂക്കളെന്ന് വായിച്ചു നോക്കാം കേട്ടോ. റോസ്, ചെമ്പരത്തി, മുല്ല, സൂര്യകാന്തി, നിശാഗന്ധി, ലില്ലി, താമര, ചെമ്പകം, പിച്ചകം, ചെണ്ടുമല്ലി, കണിക്കൊന്ന. ഇത്രയും പൂക്കളാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇതിലെ ചുവന്ന പൂക്കൾ ഏതൊക്കെയാ, റോസും ചെമ്പരത്തിയും ആണ് അല്ലെ. റോസിന് വട്ടം വരയ്ക്കാം, ചെമ്പരത്തിക്കും വട്ടം വരയ്ക്കാം കേട്ടോ. വെള്ളപ്പൂക്കൾക്ക് ടിക്ക് അടയാളപ്പെടുത്തൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെയാ വെള്ളപ്പൂക്കള്, മുല്ല ഉണ്ട്, നിശാഗന്ധി ഉണ്ട്, ലില്ലി ഉണ്ട്, ചെമ്പകം, പിച്ചകം.
ചെമ്പകം മഞ്ഞ കളറും ഉണ്ട് കേട്ടോ, പക്ഷെ വെള്ള നിറത്തിലും ഉണ്ടല്ലോ. അപ്പൊ ചെമ്പകത്തിനും ടിക്ക് മാർക്ക് ഇട്ട ഉത്തരം ശരിയാവും കേട്ടോ. അപ്പൊ ഇത്രയാണ് വെള്ളപ്പൂക്കൾ. പ്രവർത്തനം 6. അടുത്തത് കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് കണ്ടെത്തേണ്ടത് നമുക്ക് നോക്കാം. നാട്ടിലെയും വീട്ടിലെയും കൂട്ടുകാരെ കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ താഴെ കുറച്ച് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ കാട്ടിലെ മൃഗങ്ങളെ കണ്ടെത്തുക, അവിടെ കാടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വരച്ചു ചേർക്കുക. അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കണ്ടെത്തുക, എന്ത് ചെയ്യുക, വീടിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീട്ടിലോട്ട് വരച്ചു ചേർക്കുകയാണ് വേണ്ടത് കേട്ടോ. ഏതൊക്കെ മൃഗങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. സിംഹം, നായ ഉണ്ട്, അടുത്തത് കരടിയാണ്, പിന്നെ താറാവ്, പുലി, ജിറാഫ്, കോഴി, ആട്, കുറുക്കൻ, പശു. ഇത്രയും മൃഗങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിലെ കാട്ടിലെ ജീവികൾ ഏതാന്ന് കണ്ടെത്തിയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ കാട്ടിലോട്ട്. അപ്പൊ എന്താ വരിക, സിംഹം കാട്ടിലെ മൃഗമാണ്. പിന്നെ ഏതൊക്കെയാ വരിക, കരടി വരും, പിന്നെ പുലി, ജിറാഫ്, കുറുക്കൻ. ഇത്രയാണ് അല്ലെ. അടുത്തത് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാ, നായ ഉണ്ട്, താറാവ്, കോഴിയുണ്ട്, ആടുണ്ട്, പശു ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ വരച്ച് യോജിപ്പിക്കുക. ഇന്റഗ്രേഷൻ ഡേ 1 ഇത്രമാത്രം ക്വസ്റ്റ്യൻസേ വരൂ എന്ന് വെച്ച് പോകരുത്. അപ്പൊ ഇന്റഗ്രേഷൻ ഡേ 2 കൂടിയും നോക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ വരാം ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങള് മലയാളം എന്ത് ചെയ്യുക, മൊത്തത്തിൽ പഠിച്ചു പോവാ കേട്ടോ. ഇന്റഗ്രേഷൻ ഡേ 1 കുറച്ച് മാത്രം പഠിച്ചാൽ പോരാ, മലയാളം ഫുള്ളായിട്ട് പഠിക്കണം. എന്നാലാണ് നമുക്ക് മാറി മാറി ക്വസ്റ്റ്യൻസ് വന്നാല് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.